ഇതെന്താ പറഞ്ഞാൽ ഇത് നമ്മളെ കണ്ണിൻ്റെയും ചെവിൻ്റെയും ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ലോങ് യാത്ര ചെയ്യുന്ന ആളുകൾ അവർ യാത്ര ഛർദിൻ്റെ ടാബ്ലറ്റ് വാങ്ങാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഈ ഛർദി ഉണ്ടാവാറില്ല, ഈ ഒരുമാതിരി ഒരു അവസ്ഥയാണ് കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും ഗുളികകളുണ്ടോ അതിന്, പിന്നെ ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. സാധാരണ ഈ യാത്ര ഉണ്ടാകുമ്പോഴുള്ള ഛർദി അതിന് മോഷൻ സിക്നസ് എന്ന് പറയും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സാധാരണ നമ്മൾ കൂടുതൽ ഗുളിക കഴിക്കാതെ ഇരിക്കാൻ നോക്കാം. ചിലർക്ക് ചില വാഹനങ്ങൾ കയറിയാൽ ഈ മോഷൻ സിക്നസ് അല്ലെങ്കിൽ യാത്ര ഛർദി വരും. ചിലർക്ക് വലിയുള്ള ബസ്സിൽ അതെ ഓട്ടോയിൽ കയറി മിക്കവാറും ആൾക്കാർക്ക് യാത്ര ഛർദി കുറവാണെന്ന് പറയില്ല. ഇതെന്താ പറഞ്ഞാൽ ഇത് നമ്മളെ കണ്ണിൻ്റെയും ചെവിൻ്റെയും ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു ഫോക്കസിലൊരു വ്യത്യാസം അതൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർക്ക് വേഗം വരും. അപ്പോൾ ഇതിന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ദൂരയാത്രക്കുള്ളതെന്ന് കൂടുതൽ നമ്മൾ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. വെള്ളം അത്യാവശ്യം കയ്യിൽ കരുതും ചെയ്യും. ചെറുനാരങ്ങ കയ്യിൽ വെക്കേണ്ട യാത്ര ഛർദി അത് നല്ലതാണ്. ചെറുനാരങ്ങ അല്ലെങ്കിൽ മറ്റേ ജിഞ്ചർ, മറ്റേ ഈ ഇഞ്ചി ചമക്കൽ, ഇതൊക്കെ നല്ലതാണ്. ചൂടുവെള്ളം കുടിക്കുക, ഇതൊക്കെ യാത്രയാണ്. ചിലർക്ക് ഛർദി ഉണ്ടാവില്ല, ഛർദിക്കാനുള്ള ഓക്കാനുള്ള ഫീലിംഗ് ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഗുളികൻ്റെ ആവശ്യമില്ല. അപ്പോൾ യാത്ര ചെയ്യേണ്ടത് 1 മണിക്കൂർ മുമ്പ് ഗുളിക കഴിക്കുക. ലോങ് യാത്രക്കൊക്കെ ആണെങ്കിൽ, ഷോർട്ട് യാത്രക്ക് പരമാവധി ഗുളിക കഴിക്കാതെ ഇരിക്കാൻ നല്ലത്. അപ്പോൾ അത് ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ഗുളിക കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. പിന്നെ ആൾ ശ്രദ്ധിക്കാനുള്ള കാറിലൊക്കെ പോകണമെങ്കിൽ വിൻഡോ താത്തിയിടുക, ജനൽ താത്തിയിടുക, നല്ല കാറ്റ് വരാം. പിന്നെ മുന്നിലിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ചിലർക്ക് യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല, ഒപ്പം ഇരിക്കുമ്പോൾ പ്രശ്നം വരണം. അപ്പം അങ്ങനത്തെ ആൾക്കാർ മാക്സിമം വണ്ടി ഓടിക്കാൻ നോക്കുക. എന്നാൽ അവരുടെ ഫോക്കസ് ആ വണ്ടിയിലും ആ ഡ്രൈവിങ്ങിലായിരിക്കും, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അഥവാ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാത്ത ആണെങ്കിൽ ബസ്സിലൊക്കെ ആണെങ്കിലും പരമാവധി മുന്നിൽ ഇരിക്കാൻ നോക്കുക, മുൻ സീറ്റിൽ ഇരിക്കാൻ നോക്കുക, വിൻഡോ താത്തിടുക. പിന്നെ ഫോക്കസ് പ്രത്യേകിച്ച് ദൂരത്തേക്ക് ഫോക്കസ് കൊടുക്കുക. മൊബൈൽ അത് പിന്നെ അതാണ് പറയാൻ വരുന്നത്. മൊബൈല്, ലാപ്ടോപ്പിൽ ഇതിലൊക്കെ യാത്രയിൽ വായന, പുസ്തകം വായിക്കൽ, ഇതൊക്കെ നല്ലതല്ല. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോക്കസ് അതിലോട്ട് പോകുമ്പോൾ നമ്മൾ പുറത്തേക്കുള്ള ബാലൻസ് ചെവിൻ്റെ അത് ഫോക്കസ് വായിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടുതൽ വരണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഈ ലോങ് യാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിക്നിക് മോഡാണല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോൺ വെജ് സ്വാഭാവികമായിട്ടുണ്ടാകും. പല ആളുകളും പറയാറുണ്ട് ഇപ്പോൾ ഈ ഷേക്ക് പോലത്തെ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടാണ് ഈ ഒരു ഇത് വരാറുണ്ട് എന്നുള്ളതാണ്. അത് മിക്കവാറും പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. ഈ ഷേക്ക് അല്ലെങ്കിൽ ഹെവി മിൽക്ക് പ്രോഡക്റ്റ്, ഡെയറി പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഈ ഛർദിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് യാത്രയിൽ. ചിലർക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ല. ചിലർക്ക് ഇത് എന്ത് കഴിച്ചാലും, ഏത് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചാലും പോയാലും പിന്നെ ഇതുണ്ടാവും. പക്ഷെ അധികം പേർക്കും ഈ ഒരു ഭക്ഷണങ്ങളും കഴിക്കുമ്പോഴാണ് കൂടുതലുണ്ട്. പിന്നെ അത് ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യാത്രേൻ്റെ മുമ്പായിട്ട് ഒഴിവാക്കുക. യാത്രയിലും ഫുഡുകൾ ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡായാലും സ്പൈസി ഫുഡായാലും ഓയിലി ഫുഡായാലും ഇതൊക്കെ യാത്രയിൽ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. ലൈറ്റായിട്ടുള്ള കട്ടൻ ചായ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോഫിയും ഒഴിവാക്കാൻ നല്ലത്. ചിലർക്ക് കോഫിയൊക്കെ ഭയങ്കര പെട്ടെന്ന് വരും. കൂൾ ഡ്രിങ്ക്സ് ഇതൊക്കെ ഒഴിവാക്കാൻ നല്ലത്. യാത്രൻ്റെ മുന്നോടിയായിട്ടും യാത്രയിലും പരമാവധി ഒഴിവാക്കുക. അതൊക്കെ വളരെ കുറഞ്ഞ ശതമാനം ജനങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ഒരു 100 പേർക്ക് ആണെങ്കിൽ അതിലൊരു പേര് 1-2 പേർക്ക് ഉണ്ടാവുള്ളൂ ഈ യാത്ര ഛർദി. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല.